ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കൊരു വീഡിയോ ആയിട്ടാണ്. നമുക്കറിയാം, ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് പ്രിപ്പറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്കയായിരുന്നു റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുന്നത് വൈകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കൺഫ്യൂഷൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു റെയിൽവേ റീസെൻ്റ് ആയിട്ടൊരു ആനുവൽ കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. ആ ആനുവൽ കലണ്ടറിൽ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞതോടെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരുപറ്റ ഉദ്യോഗാർത്ഥികൾക്കിടയിലെങ്കിലും ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വർദ്ധിപ്പിച്ചൊരു ന്യൂസായിരുന്നു. നമുക്കറിയാം, ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് ഒരു 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ CBT-1 എക്സാമും അത് കഴിഞ്ഞ് ഒരു 2 മാസങ്ങൾക്ക് ശേഷം CBT-2 എക്സാമും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 2019 എക്സാം എല്ലാം ആ രീതിയിലായിരുന്നു റെയിൽവേ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. സോ ഏത് മാസത്തിലാണ്, അതായത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ ഏത് മാസങ്ങളിലായിട്ടാണ് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത ഉള്ളത് എന്ന് നമ്മളോട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളുടെ അണ്ടറിൽ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, RRB ഡിഫറെൻറ്റ് സോൺസിനൊരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ലെറ്ററിൽ വേക്കൻസീസിൻ്റെ അസസ്മെൻറ്റും അതുപോലെ ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലെറ്റർ ആയിരുന്നു അത്. അപ്പം വേക്കൻസീസ് അസസ്മെൻറ്റ് ചെയ്യുന്നത്, അതായത് 2025 ജൂൺ 30 വരെയുള്ള വേക്കൻസീസ് അസസ്മെൻറ്റ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് സോൺസിന് RRB നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അതായത് നമുക്കറിയാം, PSC ഒരുപാട് എക്സാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ വേക്കൻസീസ് വരുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ ചിലപ്പോൾ ഒരു 3-4 വേക്കൻസി അല്ലെങ്കിൽ ഒരു 10 വേക്കൻസികൾ കാണും. പിന്നീട് എത്ര നോട്ടിഫിക്കേഷൻ വരും എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യതയൊന്നും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാറില്ല അല്ലേ. പക്ഷേ അവിടെയാണ് RRBയും PSCയും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഇവിടെ കൃത്യമായിട്ട് വേക്കൻസീസ് അസസ്മെൻറ്റ് ചെയ്ത് ആ വേക്കൻസീസ് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വേക്കൻസിയുടെ അസസ്മെൻറ്റ് പൂർത്തിയാക്കി ഏപ്രിൽ-മെയ് മാസങ്ങളോടുകൂടി റെയിൽവേയുടെ OIRMS എന്ന് പറയുന്ന അവരുടെ ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടൽ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അവിടെ ആ അസസ്മെൻറ്റ് നടത്തി കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ ഈ വേക്കൻസിയുടെ അസസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ജൂനിയർ എഞ്ചിനീയറിൻ്റെ ഡ്രാഫ്റ്റ് ജൂൺ 2024 കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെയധികം സന്തോഷം തരുന്നൊരു ന്യൂസ് തന്നെയാണ്. കാര്യം ജൂണിൽ ഈ ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് ജൂലൈ പകുതിയോടുകൂടി തന്നെ RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടന്റ് ഓൾറെഡി നമ്മൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻഫർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലെ സംശയങ്ങൾ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ ലെറ്റർ. ഏപ്രിൽ 10 ആയിരുന്നു ആ ഒരു ലെറ്റർ പുറത്ത് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിപ്ലോമ BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസരം തന്നെയാണ് റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ തസ്തിക. നമുക്കറിയാം, PSC ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ അതൊരു 6-7 മാസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അതിനുശേഷം റിസൾട്ടൊക്കെ വന്ന് ഏകദേശം 1 വർഷങ്ങൾക്കുള്ളിൽ തന്നെയൊക്കെയാണ് അതിൻ്റെ നിയമനമൊക്കെ നടക്കുന്നത്. പക്ഷേ ആ ഒരു സ്ഥാനത്താണ് റെയിൽവേ കൃത്യമായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂളിനുള്ളിൽ എക്സാം നടത്തുന്നു, റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു, ലിസ്റ്റിൽ ഉൾപ്പെട്ട മിക്ക ആളുകൾക്കും ജോലി കൊടുക്കുന്നു. അങ്ങനെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് RRB അവരുടെ പ്രോസസ്സുകളെല്ലാം തന്നെ നടത്തുന്നത്. സോ നമുക്കറിയാം, 2019 നോട്ടിഫിക്കേഷൻ വന്നതാണ് RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ. അതിനുശേഷം ഇപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. 2025 വരെയുള്ള വേക്കൻസീസ് ആണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. സോ നല്ലൊരു അവസരം തന്നെയാണ്. കാര്യം ഡിപ്ലോമ BTech ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം യാതൊരു കാരണവശാലും മിസ്സാക്കാതെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. കാര്യം ജൂലൈയിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് CBT-1 എക്സാമും അതിനോടനുബന്ധിച്ച് തന്നെ 2 മാസം ശേഷം CBT-2 എക്സാമും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ റെയിൽവേ മുൻപ് നടത്തിയ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. ഏണസ് അക്കാദമിയിൽ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രീമിയം ബാച്ച് അവൈലബിൾ ആണ്. ഏറ്റവും ബെസ്റ്റ് അധ്യാപനം നയിക്കുന്ന ക്ലാസ്സുകളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾക്ക് എക്സാം വരെയും ഗൈഡൻസിനായിട്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ടും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയറൻസിനായിട്ട് ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല, സിലബസിലെ ഓരോ ടോപ്പിക്കിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോഡൽ ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരവും ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. നമ്മളിനി RRB ജൂനിയർ എഞ്ചിനീയറായിട്ട് ബന്ധപ്പെട്ട CBT-1, CBT-2 എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.